തോന്നിയത് അത്ര വലിയ തെറ്റാണോ? ഇത് എന്ന് മുതലാ എന്റെ വീട്ടുകാരോട് ഇത്ര ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്? ആദ്യം മുതലേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല. നിനക്ക് നിന്റെ പേരൻസിനെ കാണാൻ പോകുന്നതിൽ ഇഷ്ടം അവരുടെ കൂടെ പോകാനാണല്ലേ? എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ലോകവിവരവും നിനക്കില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഹരിയേട്ടന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഹായ് ചേച്ചിയും ഹരിയേട്ടനും. അമ്മേ, അച്ഛാ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പെട്ടെന്നൊരു കൊതി തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പുറപ്പെട്ടു. ഞങ്ങളൊരു കല്യാണത്തിന് പോയി ഇറങ്ങിയായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ ഇനി കുറേ നാൾ ഇവിടെ ഉണ്ടാവും. നഗരജീവിതം മടുത്തച്ച. ഇവിടുത്തെ കുന്നും മലയും പുഴയും കാടും ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പ് എനിക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം അച്ഛാ. അപ്പൊ നിനക്ക് ബാങ്കിലൊന്നും പോണ്ടേ? അല്ല, അത് വേണ ദിവസം ഇവിടുന്ന് പോയാൽ മതിയല്ലോ. മോളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത? അല്ലല്ല, സന്തോഷം ഉണ്ടമ്മേ. പക്ഷെ ആ സന്തോഷം കുറച്ച് ഓവറായി പോയി. അതുകൊണ്ടാണ് ഒരു മ്ലാനത പോലെ തോന്നുന്നത്, അല്ലേ? ഞങ്ങൾ എല്ലാരും ചേർന്ന് കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത് അമ്മേ. പക്ഷെ ഹരിയേട്ടൻ ചതിച്ചു. എല്ലാരും എന്ന് വെച്ചാൽ രവിയും ഭാര്യയും ഞാനും ഹരിയേട്ടനും. ഹായ്. യോ, ഇത് അവരാണല്ലോ. പറയാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടെന്ന് ആർക്കെങ്കിലും വല്ല അസുഖം മറ്റോ ആയിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. അസുഖമാണെങ്കിൽ തനിക്ക് ഉടനെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരണം. എന്ത് പറ്റി ഹരി? നീയായിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വേറെ ആരോ ആണെന്ന്. നിന്റെ കണ്ണിന് വല്ല തകരാറും പറ്റും? സത്യമായിട്ട് സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ കൊടൈക്കനാലിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നീ എന്താ മുങ്ങിക്കളഞ്ഞത്? കൊടൈക്കനാലോ? ഓ, ഞാനതങ്ങ് മറന്നു. അതെ, അപ്പൊ നിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചോ? ഇന്ദുവിന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ഇനിയിപ്പോ ഏതായാലും നിങ്ങളിവിടുത്തെ ഉത്സവം കഴിഞ്ഞല്ലേ പോവും. ഉടനെ പോണ പ്രശ്നമില്ല. ഇതെന്ത് നല്ല സ്ഥലം. ഇനി കൊടൈക്കനാലൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ? വിജി സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറച്ചു ദിവസം തങ്ങാം. ആണോ? എങ്കിൽ എന്റെ സങ്കടം എല്ലാം തീരും. ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് വണ്ടർഫുൾ പ്ലേസ്. കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു. കോൺസ്റ്റബിൾ പുരുഷോത്തമൻ സാറ് എസ്ഐയുടെ റൂമിലുണ്ട്. രാത്രി മുഴുവൻ തപ്പിയിട്ടും ആ പ്രതികളെ കിട്ടിയില്ല സാർ. പക്ഷെ സാറ് വിഷമിക്കണ്ട, ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ കുറ്റം സമ്മതിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാമോ? ഓ, ഇവരെ പണി നോക്കിക്കൂടെ? എന്നാലും സാറിനോട് പറഞ്ഞോ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 24 മണിക്കൂറിനകം അവരെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പുരുഷോത്തമൻ എന്നല്ല. അതെ, ഇതാര് സാർ? ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ഹരികൃഷ്ണൻ, വലിയ ബാങ്ക് മുതലാളിയാ. നമസ്കാരം. പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സാർ. അല്പം നേരത്തേക്ക് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്തോണം, ഞാൻ ഇപ്പൊ വരാം. എസ് ഐ ആള് നന്ദിയുള്ളവനാ. എന്റെ മിടുക്കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് പറയാൻ പുള്ളിക്കാരന് ഒരു മടിയുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷു, എന്റെ കാര്യം പറ, എന്തായി? നീ കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. അതെ, ആ അഡ്വക്കേറ്റിന് അറിയാമെന്ന് നീ പറയുന്ന ഈ രഹസ്യ സംഭവം യഥാർത്ഥത്തിൽ എന്താ? അതിപ്പോ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷു. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. നിന്നെപ്പോലെ ബുദ്ധിമാനും എടുക്കനുമായ മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. നിനക്ക് തിരക്കാണെന്നറിയാം. പക്ഷെ എനിക്ക് വേണ്ടി വർഷങ്ങളായി ഉള്ളിൽ കിടന്നുരുകുന്ന എന്റെ ധർമ്മസങ്കടത്തിന് നീ ഒരു പോംവഴി കണ്ടുപിടിച്ച് തരണം. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോ അറിയണം. എന്റെ പ്രശ്നത്തിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല. അത് പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും. എന്നാ ഞാൻ പ്രശ്നം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം. നീ മുഖേന എന്റെ ഭാര്യ ഇത് അറിയാൻ ഇടവരരുത്. ഹരി, ഒരു പോലീസുകാരനാണെങ്കിലും ഞാൻ നല്ലവനാണ്. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തുമാണ്. കോളേജ് വിട്ടതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടിയ 3 മാസം 6 മാസം ജോലികൾ മടുത്തപ്പോ വയസ്സുകാലത്ത് ഞാൻ ലോ കോളേജിൽ ചേർന്നല്ലോ. അന്നൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, മഞ്ഞപ്പിത്തം കാരണമാണ് ഞാൻ അവിടെ വിട്ടതെന്ന്. പക്ഷെ സത്യം അതല്ല. മനസ്സിലായി. അന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ മഞ്ഞപ്പിത്തമല്ല നീരുവീഴ്ചയാണ് നിന്റെ രോഗമെന്ന്.
ഇതൊന്നും ആയിരുന്നില്ല എന്റെ രോഗം. അരക്ഷിതാവസ്ഥ, നിരാശ. അത് കാരണം ഒരു കടുത്ത മനസ്സായിരുന്നു അന്നെന്റേത്. ജൂനിയേഴ്സിന് ഞാൻ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റാഗിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്നു ഞാൻ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. നിനക്ക് തവള ചാടുന്നത് എങ്ങനെയെന്ന് അറിയാവോ? എങ്കിൽ നോക്കി ചാടണ. ആ മതി 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 മതി. നീ ദിവസവും രാവിലെ അരമണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യണം. ഇവിടുന്ന് പോകുമ്പോഴേക്കും നീ നല്ല ചാട്ടക്കാരനായി മാറും. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ആ വെളുത്ത് മെലിഞ്ഞ് ഉയരമുള്ള പെണ്ണിങ് വന്നേ. ഇങ്ങോട്ട് പടി. നിന്റെ കല്യാണ പ്രായമായി വരികയാണല്ലോ മോളെ. ഇറങ്ങി നിൽക്കുക. എന്നാ നമുക്ക് ഇവിടെ അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? ഒരു സ്വയംവരമാക്കി കളയാ. എന്താ? അതെ. ആ ബ്രൗൺ ഷർട്ട്, നീ ഇങ്ങോട്ടാ. നല്ല മാച്ച്. എടി, നിന്നെ കെട്ടാൻ പോകുന്നവന് ധൈര്യമുണ്ടോ കരുത്തുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നീ അവന്റെ ഇളിഞ്ഞ മൂക്കിനിട്ടൊരു കുത്തു കൊടുത്തേ. കുത്തടി. എവിടെ വരണമല്ലേ? എവിടെ? ഇനി ഇവരുടെ വിവാഹം നടത്തിക്കളയാം. വാങ്ങടി. എടി വാങ്ങാൻ. എന്താണ് ഇതിന്റെ പേര്? ഇന്ദുജി നായർ. നിന്റെയോടാ? അബ്ദുൽ സലീം. അപ്പൊ മിശ്ര വിവാഹമാണല്ലേ? കഴുത്തിലോട്ട് മാറിയിടാൻ. ആ പെണ്ണാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വന്ന ധൂമകേതു. ഇതാണ് ഇത്രയും വലിയ കാര്യം. ലോ കോളേജിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിലും സാധാരണ കോളേജിലും ട്യൂട്ടോറിയൽ കോളേജിലും എന്തിന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോലും ഇപ്പൊ റാഗിംഗ് ഉണ്ട്. ഈ കാര്യം ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ ഭാര്യയോട് പറയാവുന്നേ ഉള്ളൂ. ഇതൊരു മുഖവര മാത്രമാണ് പുരുഷു. ഇക്കാര്യത്തിൽ അവൾക്കെന്നോട് പകയുണ്ടാവും എന്ന് വ്യക്തമായില്ലേ? അക്കാലത്തിന്റെ ജാടയും അഹങ്കാരവും അതും മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കോളേജിലെ രാജാവായി വിലസുന്ന കാലം. ഒരു ദിവസം ഞാൻ കുടിച്ച് പൂക്കുറ്റിയായി ഹോസ്റ്റൽ